അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായ പത്രോസ് ശ്ലീഹ ദൈവത്തിൻ്റെ തിരുവചനം ജനത്തോട് പ്രസംഗിച്ച നിമിഷങ്ങളിൽ വചനം നമ്മളോട് പറയുന്നു, 3000-ലധികം പേര് ആ സമയത്തിൽ തന്നെ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവിനാൽ പൂരിതമായ തിരുവചനം ഇവിടെ പ്രസംഗിക്കപ്പെടാൻ പോവുകയും ഈ വചനം പങ്കുവയ്ക്കാനായിട്ട് ദൈവം ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത ധ്യാനഗുരുവായ ഫാദർ തോമസ് കോഴിമല അച്ഛനാണ്. MCBS സഭാംഗമായ അച്ഛൻ കഴിഞ്ഞ 16 വർഷമായി ധ്യാന ശുശ്രൂഷ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ബെൽജിയത്തിലെ ലുവൈനിൽ നിന്ന് മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ താമരശ്ശേരിയിലുള്ള സാന്ത്വന മൈനർ സെമിനാരിയിൽ വൈസ് റെക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് അച്ഛനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം പരിശുദ്ധാത്മാവിനാൽ ഈ വചന ശ്രവണ സമയങ്ങളിൽ തന്നെ നമ്മൾ ഓരോരുത്തരും നിറയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തിരുവചനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കാം. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. രക്ഷിക്കാനാവാത്ത വിധം കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലാത്ത കർത്താവേ, കേൾക്കാനാവാത്ത വിധം ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലാത്തവനായ നല്ല ദൈവമേ, ഞങ്ങളുടെ അലച്ചിലുകൾ എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരിനെ എടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ മണിക്കൂറിനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ ഞാൻ വർഷിക്കും എന്നരുളിച്ചെയ്ത നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ജെറമ്യാസ് പ്രവാചകനിലൂടെ നീ അരുളി ചെയ്തു, വിലകെട്ടവ പറയാതെ സത്യം മാത്രം സംസാരിച്ചാൽ നിന്റെ നാവിനെ ഞാൻ എൻ്റെ നാവാക്കി മാറ്റും. വിലകെട്ടവ പറയാതെ സത്യം മാത്രം സംസാരിച്ചാൽ നിന്റെ നാവിനെ ഞാൻ എൻ്റെ നാവാക്കി മാറ്റും. വീണ്ടും ജെറമ്യായിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ നാവിൽ എൻ്റെ വചനത്തെ ഞാൻ അഗ്നിയാക്കി മാറ്റും. നിന്നെ ശ്രവിക്കുന്ന ജനത്തെ ഞാൻ ഉണങ്ങിയ വിറകാക്കി മാറ്റും. ഉണങ്ങിയ വിറകിലേക്ക് അഗ്നി ഇറങ്ങുന്നത് പോലെ ദൈവമായ കർത്താവേ, നിന്റെ വചനത്തിൻ്റെ അഗ്നി ഈ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. വചനവും വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ അരൂപിയെ വർഷിച്ച് അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സൗഖ്യമാക്കണമേ, രോഗപ്പെട്ടത് അവിടുന്ന് പൊറിപ്പിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും തിരുസന്നിധിയിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പ്രിയ സഹോദരങ്ങളെ, നാമൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു ആഗോള സംസ്കാരത്തിലാണ്, ഒരു ആഗോള ഗ്രാമത്തിലാണ്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി നമ്മളിന്ന് കൂടുതൽ അടുത്തിരിക്കുകയാണ്. അടുത്ത വീട്ടുകാരുമായിട്ട്, നാട്ടുകാരുമായിട്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ വചനം കേൾക്കുവാനും അതിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വിവിധ ഗ്രാമങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും എല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് ഒന്നിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു നേട്ടമാണ്. എന്നാൽ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു നേട്ടത്തോടൊപ്പം മറുവശത്ത് നമ്മൾ കാണുന്ന ബന്ധങ്ങളുടെ ഒരു തകർച്ച. ഒരു വശത്ത് സയൻസും സാങ്കേതിക വിദ്യയും നമ്മളെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യക്തികളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈരുദ്ധ്യം
ഹൃദയങ്ങൾ തമ്മിൽ അകലുന്ന അവസ്ഥ, മാനസികമായിട്ട് അകലുന്ന, ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്ന, മാതാപിതാക്കളും മക്കളും തമ്മിൽ അകലുന്ന ബന്ധങ്ങളുടെ ഒരു തകർച്ചയുടെ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ തകർച്ചയുടെ യുഗത്തിൽ തമ്പുരാന് എങ്ങനെ ഈ ബന്ധങ്ങളെ തന്നോട് ചേർത്ത് കെട്ടിയെടുക്കാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് വചനത്തിന്റെ പിൻബലത്തിൽ നമ്മൾ ഇന്ന് അന്വേഷിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, തകരുന്ന ബന്ധങ്ങളെ തമ്പുരാൻ എങ്ങനെ തന്നോട് ചേർക്കുന്നു, അനുരഞ്ജനത്തിന്റെ വഴിയിലൂടെ ദൈവം നമുക്ക് എങ്ങനെ സൗഖ്യം നൽകുന്നു, ക്ഷമയിലൂടെ ദൈവം തമ്പുരാൻ നമുക്ക് എങ്ങനെ സൗഖ്യം നൽകാനായിട്ട് സാധിക്കും, ക്ഷമിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് തീരാൻ സാധിക്കും, ക്ഷമിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ദൈവമക്കളായി തീരാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് നാം ഇപ്പോൾ ഈ മണിക്കൂറിൽ ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് പോവുക. ഇതിന് മറ്റൊന്നിലേക്കും നമ്മൾ ശ്രദ്ധ തിരിക്കുന്നില്ല, ഈശോയുടെ വചനത്തിലേക്ക് തന്നെ നമ്മൾ തിരിയുകയാണ്. ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വചനം. കാൽവരിയുടെ നെറുകയിൽ കുരിശിന്റെ വിരിമാറിൽ കിടന്നുകൊണ്ട് കർത്താവായ ഈശോ മിശിഹ തന്റെ മുഖത്ത് തുപ്പിയവരുടെയും തന്റെ മുഖം വികൃതമാക്കിയവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഈശോ മിശിഹയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഈ ഒരു മണിക്കൂർ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കുരിശിന്റെ ചുവട്ടിൽ നമുക്കായിരിക്കാം. കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ കുരിശിലേക്ക് നമുക്ക് നോക്കാം. 34-ാം സങ്കീർത്തനം 5-ാം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവര് പ്രകാശിതരായി. ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. അവനെ നോക്കാത്തവർ ഇന്ന് അന്ധകാരത്തില. തകർച്ചയുടെ നിമിഷങ്ങളിൽ തമ്പുരാനിലേക്ക് നോക്കാത്തവരൊക്കെ ഇന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തില് ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് പോലെ ശാസ്ത്രം നമ്മളെ രക്ഷിക്കില്ല, സ്നേഹം മാത്രമേ നമ്മെ രക്ഷിക്കൂ. സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഇന്ന് ശാസ്ത്രം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്കുപരിയായിട്ട് ചെയ്യാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നിഷേധിക്കുകയല്ല. ഹൃദയങ്ങളെ ചേർത്ത് കെട്ടണമെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. ബന്ധങ്ങളുടെ തകർച്ച അനുഭവിക്കാത്ത ഒരു വ്യക്തിയും, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും ഈ സമൂഹത്തിൽ ഇല്ല എന്ന്, നമ്മുടെ നാട്ടിലില്ല എന്ന്, ഈ ലോകത്തിലില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ബന്ധങ്ങളുടെ തകർച്ചയിലൂടെ മനുഷ്യരെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. ഭർത്താവിന് ഭാര്യയെ മനസ്സിലാകുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കളുടെ ഭാഷ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. നാം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തകർന്നു പോകുന്ന ഒരു ബാബേൽ ഗോപുരം. ഈ തകർന്നു പോകുന്ന ബാബേൽ ഗോപുരത്തിൽ അവര് പറയുന്ന ഭാഷ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് കല്ലിന് പകരം മണ്ണ് കൊണ്ടുവരുന്നു, മണ്ണിന് പകരം കല്ല് കൊണ്ടുവരുന്നു. അവർ ചിതറിക്കപ്പെട്ടു. അഹന്തയുടെ ഭാഷ, സ്വാർത്ഥതയുടെ ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ പന്തക്കുസ്തിയിൽ നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ അവര് പറഞ്ഞ വാക്കുകള് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന വ്യക്തികൾക്കൊക്കെ മനസ്സിലായി. ദൈവത്തിന്റെ ആത്മാവിന് നഷ്ടപ്പെട്ട സമൂഹത്തെ, നഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻസിനെ അല്ലെങ്കിൽ വിനിമയത്തെ വീണ്ടും പുനരുദ്ധരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ആത്മാവിന്റെ അഭിഷേകമാണ് നമുക്ക് വേണ്ടത്. തകർന്ന ബന്ധങ്ങളെ തന്നോട് ചേർക്കാൻ, തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാ. പല അവസരത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന്. ചിലർ പറയും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമയെപ്പറ്റി തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം മറന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കും. എന്നാൽ സത്യം നമ്മൾ തിരിച്ചറിയണം. ക്ഷമിക്കുക എന്ന് പറയുന്നതും മറക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. മനുഷ്യ മനസ്സിനെ ഒന്നും മറക്കാനാവില്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും പറയുവാനായിട്ട് സാധിക്കുമോ, നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാളെ തൊട്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മാരകമായി മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവേറ്റ അനുഭവങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും മറക്കാനായിട്ട് നിങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല, നമുക്കാർക്കും സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് പറയുക? നാട്ടുഭാഷയിൽ നമ്മൾ പറയും കാലം മായ്ക്കാത്ത മുറിവില്ല എന്ന്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേറ്റിരിക്കുന്ന എത്ര കഠിനമായ മുറിവാണെങ്കിലും വെള്ളത്തിലേക്ക് ഭാരമുള്ള വസ്തു വീഴുമ്പോൾ ആ വെള്ളത്തിനടിയിലേക്ക് തകർന്നു വരുന്നത് പോലെ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, ഉപബോധ മനസ്സിലേക്ക്, അബോധ മനസ്സിലേക്ക് അടിഞ്ഞുകൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യ മനസ്സിനൊന്നും മറക്കാൻ പറ്റില്ല, മനുഷ്യ മനസ്സിന് മറയ്ക്കാൻ പറ്റും. അങ്ങനെ മറച്ചിടുന്ന ഉപബോധ മനസ്സിലേക്ക് നമുക്ക് മറച്ചിടാൻ സാധിക്കും. അതാണ് നമ്മൾ പറയുക കാലം മായ്ക്കാത്ത മുറിവെന്ന്. ആ കാലം കുറച്ച് കഴിയുമ്പോൾ ഏത് പ്രശ്നങ്ങളായാലും അത് കുറെയെല്ലാം മാറും, കുറെയെല്ലാം ആശ്വാസം കിട്ടുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ
കഠിനമായ വേദനകൾ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ ക്രമേണ ആ വേദനയിൽ നിന്ന് മുക്തി പ്രാപിക്കുക. എന്നാൽ ഓർമ്മയിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ ആ സംഭവങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല. നമുക്ക് പലപ്പോഴും മറക്കാനായിട്ട് താൽക്കാലികമായിട്ട് മറക്കാൻ സാധിക്കും, എന്നാൽ മനുഷ്യ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മറന്നു കളയാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ വേറെ ചിലർ പറയും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഒന്നും മിണ്ടാതിരിക്കുക. ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടോ നിശബ്ദത പാലിച്ചത് കൊണ്ടോ അത് ക്ഷമയാകണോ നിർബന്ധമൊന്നുമില്ല. വേറെ ചിലർ പറയാറുണ്ട് 2 കൈ കൊട്ടിക്കഴിഞ്ഞാൽ അല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ, അതുകൊണ്ട് 1 കൈ കൊട്ടാതെ 2 കൈ തമ്മിൽ കൂട്ടിച്ചേരാതിരുന്നാൽ മതി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ ക്ഷമിക്കുകയാണ്. ഇതും ശരിയായ രീതിയിലുള്ള ക്ഷമയല്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ക്ഷമിക്കുക എന്നതുകൊണ്ട് ഈശോ മിശിഹാ തന്നെ നമ്മളെ പഠിപ്പിച്ചു. മറ്റൊരിടത്തിലേക്കും പോകണ്ട, ഒരു വ്യക്തിയിലേക്കും പോകണ്ട, ഒരു പ്രസ്ഥാനത്തിലേക്കും പോകണ്ട. ഈശോയുടെ വചനം തന്നെയാണ് എന്താണ് ക്ഷമയെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുക. കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് അവസാനമായിട്ട് പ്രാർത്ഥിച്ച മരണമന്ത്രമാണ് എന്താണ് ക്ഷമയെന്ന് പറയുക. ഈശോടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം ഇവർ അറിയുന്നില്ല. ഇവരറിയുന്നില്ലാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതായത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ്. Forgiving is equal to understanding. ക്ഷമിക്കുക സമം മനസ്സിലാക്കുക. വിശദീകരണം ആവശ്യമുള്ള ഒരു പ്രമേയമായത്. നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ വെറുക്കാനാവില്ല. നമ്മൾ മറ്റൊരു വ്യക്തിയെ വെറുക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയെ നമുക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഒരു ട്രെയിനിൽ ഒരപ്പനും 2 മക്കളും യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ ട്രെയിനിന്റെ സൈഡ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങുകയാണ്. ഇദ്ദേഹത്തിന്റെ 2 കൊച്ചുകുട്ടികൾ ഈ ട്രെയിനിൽ ഓടിച്ചാടി നടന്ന് മറ്റു പല മനുഷ്യർക്കും അസ്വസ്ഥത സൃഷ്ടിക്കുക. ഉച്ചസ്വരത്തുള്ള വർത്തമാനങ്ങളും പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ഓടി നടക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ടിരുന്ന ചിലർക്കൊക്കെ അരിശം വന്നു. അവസാനം അവര് 1-2 പേര് ഈ ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അയാളെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, തന്റെ പിള്ളേർ ഈ ട്രെയിനിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നില്ല, നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു ഒച്ചയും ബഹളമായി പിള്ളേരുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ മനുഷ്യനോടെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ ഉണർന്നെഴുന്നേറ്റിട്ട് ആ ചേട്ടൻ അവരോട് പറഞ്ഞു, ക്ഷമിക്കണം, എന്റെ ഭാര്യ കുറെ നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അവൾ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന വേറൊരു സ്ഥലത്താണ്. എന്റെ ഭാര്യയെ അടക്കിയ ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ഞാൻ ഉറങ്ങുകയായിരുന്നു. എനിക്ക് കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അവരോട് പറഞ്ഞപ്പോൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന മുഴുവനും മനുഷ്യർക്കും ഈ മനുഷ്യനോട് ഒരു അനുകമ്പയുടെ വികാരം. ഞങ്ങൾ ഈ കാര്യം അറിയാതെയാണല്ലോ ഭാര്യ മരിച്ചതിന്റെ ദുഃഖത്തിൽ അസ്വസ്ഥനായിട്ട് സങ്കടപ്പെട്ട് ഏകാന്തനായിട്ട് കടന്നു പോരുന്ന ആ മനുഷ്യനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്കെല്ലാം ഈ മനുഷ്യരോട് മറ്റൊരു മനോഭാവത്തിലേക്ക് വരികയത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് തന്നെയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കാരെയും വെറുക്കാനാവില്ല. നമ്മൾ ഇന്ന് ആരെയെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ ആ വ്യക്തികളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു ഈശോ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയെ പീഡിപ്പിക്കുന്നത് ആരാണ്? ഇന്നലെ ബെനഡിക്ട് 16 മാപ്പാപ്പ ഇറക്കിക്കുന്ന പുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, യഹൂദന്മാർ എല്ലാവരുടെ കൂടി ഈശോയെ പീഡിപ്പിച്ചില്ല. യഹൂദ സമുദായത്തിലെ ഏതാനും ചില വ്യക്തികള്, ചില മതനേതൃത്വത്തിൽപ്പെട്ട ചില വ്യക്തികള്, ചില രാഷ്ട്രീയ അധികാരികള് അവരുടെ വളർച്ചയ്ക്ക് വിഘാതമാണ് യേശു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരാണ് ചില ആൾക്കാരെ സംഘടിപ്പിച്ച് യേശുവിനെ വധിക്കുന്നതിന് കൂട്ടുന്നത്. അല്ലാതെ ഒരു യഹൂദ സമുദായം മുഴുവനും ഈശോ മിശിഹായെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് സഭയുടെ തലവൻ ഇന്നലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈശോയെ വേദനിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ എന്ത് അക്രമവും ചെയ്യാനായിട്ട് കാശ് കൊടുത്താൽ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഈ മത നേതൃത്വവും അതുപോലെ രാഷ്ട്രീയ നേതൃത്വവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈശോ മിശിഹായെ പീഡിപ്പിക്കുക. അതുകൊണ്ട് ഈശോയ്ക്ക് അറിയാം എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരുടെ പിന്നിലുള്ള വ്യക്തികൾ ആരാണെന്ന്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പൊ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ്. നമ്മൾ വീണ്ടും അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മളൊരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ കൃപയില്ലാത്ത അവസരത്തിലാണ് വ്യക്തികളൊക്കെ പാപം ചെയ്യുക. നമ്മൾ പൊതുവെ പറയുന്ന